അതന്നെ ഹയാബൂസ ഇതൊക്കെ സുസുക്കിയുടെ ഒറിജിനൽ സാധനം. ഇവിടെ ആർക്കും ഉറക്കമൊന്നുമില്ല കേട്ടോ. 1 മണിയായിട്ട് ഇതേവിടെ അച്ഛൻ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതേ കല്യാണത്തിന്റെ പന്തലിന്റെ പരിപാടിയൊക്കെ തുടങ്ങി സുഹൃത്തുക്കളെ. ഭയങ്കര ചൂടല്ലേ, ഭയങ്കര ചൂട്. രാവിലെ നമ്മൾ ഉറക്കം എണീറ്റിട്ട് വീട്ടിലൂടെ മുറ്റത്തോട്ട് വന്നപ്പോൾ ദേ ഇവിടെ തട്ടും മുട്ടും ശബ്ദവും. ഞാൻ ഈ സൗണ്ട് കേട്ടിട്ട് എണീറ്റത്. അപ്പോൾ നോക്കിയപ്പോൾ ദേ പന്തലിന്റെ ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തൂണൊക്കെ ഒഴിച്ച് ഷീറ്റ് ഇട്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സ്റ്റേജ് വരുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ. സ്റ്റേജ് ദേ ഇവിടെയും നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ദേ അവിടെ ആയിട്ടാണ് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തത്. അപ്പം ദേ രണ്ടിടത്തുമായിട്ട് രാവിലെ വന്നിട്ട് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ മറ്റേ നമ്മുടെ ഡെക്കറേഷൻ നമ്മൾ സംഭവങ്ങളൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കും. അപ്പോൾ എന്തായാലും വേണ്ട കുറേ അവിടെ പണി സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ റിസപ്ഷൻ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു സുഹൃത്തുക്കളെ. അപ്പം റിസപ്ഷൻ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും കൊച്ചും റിസപ്ഷൻ ഡ്രസ്സ് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് റിസപ്ഷന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവൾ കല്യാണത്തിനുള്ള ചെരുപ്പും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതും വാങ്ങണം. കുറച്ച് ഐറ്റംസ് അല്ലാതെ കുറച്ചൊക്കെ വാങ്ങാനുണ്ട്. അമ്മയും അച്ഛനും കൂടി നമ്മുടെ അമ്മാമ്മയ്ക്ക് അതുപോലെ കുറച്ച് റിലേറ്റീവ്സിനും ഡ്രസ്സ് എടുക്കാനായിട്ട് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ദേ പോകാൻ വേണ്ടി പോവുകയാണ്. ടോട്ടലി ഫുള്ള് തിരക്കാണ് സുഹൃത്തുക്കളെ. ഫുൾ ബിസി. ഇനിയുള്ള ദിവസങ്ങളിൽ സത്യത്തിൽ നിന്നിരിയുള്ള സമയം കാണത്തില്ല കേട്ടോ. ഇത് ആരാ ഈ ക്രീമൊക്കെ ഇടുന്ന? ഓ എന്റെ പൊന്നോ, വിഷയം. ടാറ്റ. പോയി റിസപ്ഷന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരാം. ബൈ. ഓക്കെ ടാറ്റ. അപ്പൊ ഗൈസ്, നമ്മളിന്ന് റിസപ്ഷന്റെ ഡ്രസ്സ് ഇന്ന് സെറ്റാക്കാൻ വേണ്ടി പോവാണ്. നമ്മള് പട്ടത്തൊരു ഷോപ്പ് കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എവക്ക് കല്യാണത്തിനുള്ള ചെരുപ്പ് എന്തെങ്കിലും മോഡൽ മനസ്സിലുണ്ടോ കുട്ടിയുടെ? ഈ സാരി അതിടുമ്പോ ചെരുപ്പൊന്നും അങ്ങനെ കാണാനില്ല. ഈ ചെരുപ്പിന്റെ ഒക്കെ ഷൂട്ട് എങ്ങനെ എടുക്കുമ്പോ നല്ല ഭംഗിയുള്ളത്. പിന്നെ നീ സ്വർണ്ണ കൊലുസ് ഇടുന്നോ വെള്ളി കൊലുസ് ഇടുന്നോ? സ്വർണ്ണ കൊലുസ് ഇട്ടുകൂടാന്ന് ചിലർ. ഞാൻ സ്വർണ്ണം ഇടുന്നില്ല, റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് ഇച്ചിരി നല്ല വീതിയുള്ള മുത്തൊക്കെ വെച്ച് കൊലുസിടാനാണ് ഇഷ്ടം. വീഡിയോ എടുക്കുമ്പോ അതല്ലേ നല്ലേ. അപ്പൊ നിക്കും. അതാ കണ്ടോ, തലയിലൊരു കിരീടോടെ നിശ്ചയത്തിനെ നിങ്ങൾ ഞെട്ടിയില്ലേ? ഇല്ല. കണ്ണൊക്കെ വെളി വന്ന്. പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് പന്തലാക്കിയിട്ടല്ലോ. വീഡിയോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് പന്തൽ എന്ന് പറയുമ്പോൾ ഫുൾ ഡെക്കറേഷൻ ഒന്നും പറ്റാ, ഷീറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഡാൻസ് ഒന്നും പഠിച്ചില്ല ഗൈസ്. നമ്മള് 3 പേരും ഡാൻസ് പഠിക്കാനുണ്ട്. അതിന് ഒന്നാമത്തത് ഡാൻസ് നമ്മുടെ ഹൽദിയുടെ ഡ്രസ്സ് എത്തിയിട്ടില്ല. അത് ഡിസൈൻ ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഇല്ല. അതെ, ഇനി അങ്ങ് നമ്മളിവിടെ അതാണ് നമുക്കൊരു കുറച്ച് സമയം വേണം പഠിക്കാൻ. ഹൽദിയുടെ ഡ്രസ്സും കൂടി സെറ്റ് ആക്കണം. അപ്പം ഓക്കെ, ഇവരെ സമ്മതിക്കത്തില്ല. ഞാൻ കട എത്തിയിട്ട് വരാം സുഹൃത്തുക്കളെ. ഞാൻ ഇങ്ങനെ ഡിസ്പ്ലേ കൂടെ നമ്മൾ കടയിൽ ആദ്യം ഒരു കടയിൽ കയറി കിട്ടിയില്ല. ഇങ്ങനെ പോയപ്പോ സാധനം മറ്റേ കളറില്ലായിരുന്നോ? മറ്റേ കളർ ഉണ്ട്, ഇത് കളർ ഉണ്ട്. ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കിയെന്നേ ഉള്ളൂ. ഇത് സൈസ് കറക്റ്റ് അല്ലേ? ഇത് സൈസ് കറക്റ്റാ. നിനക്ക് എടുക്കാറുണ്ടോ? നിനക്കത് കളർ ഇതിന് ഗ്രീനൊക്കെ ഉണ്ട്. പക്ഷേ മുറുവിന്റെ കളറിനൂടെ മാച്ച് ചെയ്യുന്നത് ഇതായിരിക്കും. ഈ ഡ്രസ്സിന്റെ കൂടെ ഉണ്ടോ? ഈ റിസപ്ഷൻ 2 ഡ്രസ് ഉണ്ടോ? വീട്ടില് റിസപ്ഷന് പോകത്തില്ലേ? ഓ, അപ്പം ഇടാൻ വേണ്ടി ഇതിടാം. എന്റെ വീട്ടിലെ റിസപ്ഷന് അതിടാം. ഇത് കൊള്ളാമോ? അത് കൊള്ളാം സെറ്റ്. അത് മതിടാ, പക്കയാണത്. ഇതെന്തായാലും അവളെ ഷർട്ടിൻ്റെ കൂടെ കറക്റ്റ് ആയിരിക്കും. പാൻറ് ശാല ലൂസാണ്. പാൻറ്റിൻ്റെ ഒരളവ് കുറഞ്ഞ കൂടെ എടുക്കാം. ഇതാണ് മറ്റേ ഡ്രസ്സ് കേട്ടോ. ഇതാണ് മൃദുലയുടെ കറക്റ്റ് നമ്മുടെ റിസപ്ഷൻ അവളെടുത്ത ഡ്രസ്സ്. അപ്പോൾ അതിന്റെ കളർ ഈ സെയിം കോൺട്രാസ്റ്റ് അല്ലേ? കൊച്ചിന് ഏതാ? റെഡാണ്. എനിക്ക് റെഡാ ഇഷ്ടപ്പെട്ടത്. പക്ഷെ മാച്ചിങ് ഇതാ. ഞാൻ റെഡും ഇതും എടുക്കാം. രണ്ടും എടുക്കാം. വേറെ എടാ ഇത് മതി. ഇതായിരിക്കും. ഇതാ ആ ഡ്രസ്സിന്റെ കൂടെ നല്ല ഇതല്ലേ? സെയിം ആ കളറല്ല കേട്ടോ. ആ കളറല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് വേറെയാ, ഇത് വേറെ കളറാണ്. ഹേ ഗായ്സ്, അങ്ങനെ റിസപ്ഷനായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ കണ്ട ആ ഒരു റെഡും പിന്നെ ആ ഒരു കളറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മറ്റേ ഒരു ഹാഷ് കളർ അല്ലേ? അപ്പം മൃദുലയുടെ ഡ്രസ്സും മൊത്തം മാറ്റി ഗായ്സ് ഇല്ലേ? റെഡ് ഞാൻ എടുത്തോണ്ട് അവളും കറക്റ്റ് റെഡും വൈറ്റും ആ ഒരു കോമ്പിനേഷനുള്ള ഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട്. മെറൂൺ. ഓക്കെ. അപ്പം കൊച്ചുവിന് എക്സിക്യൂട്ടീവ് ഷൂ എടുത്തിട്ടുണ്ട്. നിനക്ക് പിന്നെ എന്തൊരു കൂട്ടറീവ് എടുത്തത്? ഞാൻ എടുത്തില്ലല്ലോ, ഇനി എടുക്കത്തേ ഉള്ളൂ. കൂട്ടറീവ് കിട്ടിയില്ല, എന്റെ അളവിലുള്ള കിട്ടിയില്ല. മുതുക്ക് കാലം കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവര് പറഞ്ഞ് പ്രത്യേകം തയ്ക്കണമെന്ന് പറഞ്ഞു ഇതിന് വേണ്ടിട്ട്. അടുത്ത സിനിമയ്ക്ക് കയറാൻ വേണ്ടി പോവാണ് നമ്മളെ കൽബ്.
പടമൊക്കെ കണ്ടിറങ്ങി കേട്ടോ. റിസപ്ഷനുള്ള ഷൂസ് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്തു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബൈ 2 ഗെറ്റ് 50% ഗൈസ്. 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം 50% ഓഫ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ 2 എണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ അത്രേ ഉള്ളൂ. അത് നല്ലൊരു ഓഫറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അച്ഛനും ഒരെണ്ണം എടുത്ത് എനിക്കും ഒരെണ്ണം എടുത്ത്. അപ്പോൾ അച്ഛൻ്റെ സൈസ് കറക്റ്റ് നോക്കാൻ വേണ്ടി പോയിരിക്കും കേട്ടോ. കൊച്ചു സ്കേറ്റിംഗ് ബോർഡ് എടുക്കാൻ പോകുന്നു കേട്ടോ. ട്രയൽ ചെയ്തേ. ഇവിടെ ലൈറ്റ് ചെയ്തോടാ. അയ്യോ ലൈറ്റ് ബാലൻസ് പറഞ്ഞു ഇന്ന്. അയ്യോ നിനക്ക് ഇതേ പറഞ്ഞിട്ടുള്ളൂ. നല്ല ആളെ പിടിച്ചിരിക്കുന്ന. അപ്പോൾ ഗൈസ് നമ്മൾ തന്നെ അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലാക്ക് കളർ എടുത്തു കേട്ടോ. അച്ഛന് കല്യാണത്തിനും റിസപ്ഷനുമുള്ള ഷൂസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കൊച്ചുതെ ഡംബൽസ് ഒക്കെ എടുത്ത് ഇവിടെ അടിച്ചോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കൊച്ചു കറക്റ്റ് പ്രോപ്പറായിട്ട് എങ്ങനെ ഡംബൽസ് അടിക്കുന്നത്? എന്ത് ആദ്യം പഴങ്ങഞ്ഞി കുടിച്ച് എന്നെ പോലെ നെഞ്ചൊക്കെ വിരിച്ചിട്ട് എന്നിട്ട് നീ ഡംബൽസ് ഒക്കെ അടി. പൂച്ചക്കുട്ടി മസില് തേങ്ങ വന്നു. ഇത് ഷട്ടിൽ കോർക്ക് കളിക്കണേന്ന് രാവിലെ. എടാ കൊച്ചു നീ കളിക്കാൻ പറ്റത്തില്ല, നമുക്ക് എന്നും വർക്കൗട്ട് ചെയ്യാം. കൊച്ചു നമ്മളിനി രാവിലെ ഷട്ടിൽ ബാറ്റ് കളിക്കാം കേട്ടല്ലോ. നീ നിനക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. നമുക്ക് വെളിയിൽ വീട്ടിലവിടെ ഗേറ്റിന്റെ അവിടെ ഒന്നും കളിക്കാം ഷട്ടിൽ ബാറ്റ്. എവനെയും വിളിക്കാം രാവിലെ 7 മണിയൊക്കെ നമ്മളൊന്ന് വിളിക്കുവേ ഷട്ടിൽ ബാറ്റ് കളിക്കേ. PS5 ഇഷ്ടമാണ്, പക്ഷെ എന്താ എനിക്കത് കാർ ഇഷ്ടമാണ്. റിയലിസ്റ്റിക് കാറുണ്ടോ? റിയലിസ്റ്റിക് കാറ് ബലീന ഉണ്ടോ? ബലീനോ? ഇത് കണ്ടപ്പോ എന്തോ കുഞ്ഞുനാളിലൊരു ഓർമ്മകൾ. അയ്യോ 3000 രൂപ. വലിയ കളി വേണ്ട. ഇതെത്രടാ ഈ സാധനം? ഇത് കൊള്ളാനുള്ള വെറൈറ്റി ആയിട്ടുണ്ടല്ലേ പൊന്നു ഗൈസ്. ഇത് 9000 രൂപ കേട്ടോ ഈ സാധനത്തിന്. M4 ഓനെടാ ഹയാബൂസ. ഇതൊക്കെ സുസുക്കിയുടെ ഒറിജിനൽ സാധനമാടാ. കാണുമ്പോ തന്നെ എടുത്ത് മേടിക്കുന്നു ഗൈസ്. പൊളി സാധനം കേട്ടോ. ഡുക്കാട്ടി കറക്റ്റ് ഡീറ്റെയിലിംഗ് ഇല്ലേ നോക്ക്, അതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വീണ് വേണ്ട ഇപ്പോഴേ ആട്ടി തുടങ്ങി. അയ്യോ ഇത് തൊട്ടിലായിരുന്നു. അയ്യോ അല്ല, ആട്ട സമയമായിട്ടില്ല. വാ തൊട്ടില് അല്ല. നമ്മൾ അത് മാറ്റിയിട്ട് റെഡ് എടുത്ത് റെഡ് കുറച്ചുകൂടെ എറുപ്പ് നോക്കിയാണ് ഗൈസ്. പൂളി വീട്ടിൽ കൊണ്ടിട്ട് റിമോട്ട് ഇട്ട് ഓടിച്ചു കളിക്കണം കേട്ടോ. സൗണ്ട് ഉണ്ടാവുന്ന ഇത്. അയ്യല്ല എന്നാ ഞാൻ നോക്കട്ടെ. ടൈമിങ് പോയി ഗൈസ്. വണ്ടി അൺബോക്സ് ചെയ്യാനോട്ട് പോകട്ടോ. അൺബോക്സ് ദ വെഹിക്കിൾ ഓഫ് ദ ഇന്ത്യ. കൊള്ളാല്ലേ. ചാർജർ ഉണ്ടോ? ആ റിമോട്ട് എടുക്കാം. കളർ സൂപ്പർ കേട്ടാ, കിടിലൻ കളർ. എടുത്തിട്ടോ വഴി ചേച്ചിക്ക് നോക്കി ചിരിച്ചോണ്ട് മുത് കാളായിരുന്നു വണ്ടി ഓടിക്കാൻ പോണ്. എന്റെ പൊന്നെണ്ണ ഒന്നുമില്ല. എഞ്ചിനീയർ ആയിരുന്നേ ഞാൻ അറിഞ്ഞില്ല. ഇതിനകത്തായി ഓക്കെ ഗൈസ്. അങ്ങനെ സിനിമയുടെ റിവ്യൂ പറയാനായിട്ടാണെങ്കിൽ കൽബിൽ ഒരുമാതിരി ആസിഡ് ഒഴിച്ചൊരു പരിപാടി ആയിപ്പോയി. എൻ്റെ കൽബ് ഉരുവി തെറിച്ച് ഗൈസ്. സത്യത്തിൽ ഗൈസ് എനിക്ക് സിനിമ ഒട്ടും വർക്കായില്ല. പക്ഷേ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും ഫ്രഷേഴ്സാണ്. അവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ എന്നുള്ള രീതിക്ക് നോക്കുമ്പോൾ പടം ഭയങ്കര ഒരു ഫ്ലോപ്പാണ്. മെയിനായിട്ട് അവരൊരു ലവ് സ്റ്റോറി തീരെ വർക്കായില്ല. അതെന്താണെന്നറിയോ,
ലവ് സ്റ്റോറി അതിനകത്ത് അവർ കുറച്ച് നമ്മൾ കരയിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ കരഞ്ഞില്ല. അത് കാരണം എന്ന് പറയുന്നത് അതിനകത്ത് ആ ഫസ്റ്റിലത്തെ അവരുടെ ആ ഒരു പ്രണയം അത്ര ഡീപ്പല്ല. അതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടിയില്ല ഗൈസ്. ഒരു ഇമോഷൻ സീൻ പോലെ നമുക്ക് കണക്ട് ആയില്ല. അതാണ് സംഭവം. നമുക്കിപ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ഹൃദയമൊക്കെ ഉണ്ട്. അതിനകത്ത് ലവ് സ്റ്റോറി ഭയങ്കര ഡീപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിരിയുമ്പോഴും നമുക്ക് ആ ഒരു സങ്കടമൊക്കെ നമുക്ക് ആ ഒരു ഇത് തോന്നും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഉള്ളതൊന്നും തോന്നുന്നില്ല. ക്ലൈമാക്സിൽ പോലും ഭയങ്കര ഒരു ഇമോഷണൽ സീൻ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നും തോന്നുന്നില്ല ഗൈസ്. അതിനകത്തൊരു ഫസ്റ്റിലത്തെ ഫൈറ്റ് സീൻ ഉണ്ട് തിയേറ്ററിനകത്ത് വെച്ചിട്ടുള്ള. ആ ഫൈറ്റ് സീൻ സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. കിട്ടില്ല ഫൈറ്റ് സീൻ ആണ്. അത് അബൂ സലീം ഒക്കെ ഉണ്ടായിരുന്നു. അബൂ സലീം സൂപ്പർ ആയിട്ടുണ്ടോ. അതില്ല, നടിയുടെ മുമ്പിൽ ഒരു ഫൈറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫൈറ്റ് പോലെ. ചുമ്മാ പടം കണ്ടോണ്ടിരിക്കുമ്പം വരുന്നു, പടം നിർത്തി വെക്കാൻ പറയുന്നു. യൂഷ്വൽ വില്ലൻ പറയുന്നു പടം നടപ്പം നിർത്തി വെക്കാൻ. അതിനെതിരെ ചോദ്യം ചെയ്യുന്ന നായകൻ, നായികയുടെ മുമ്പിൽ വില്ലനെ അറഞ്ചും പുറഞ്ചും അടിക്കുന്ന നായകൻ. അപ്പൊ ഫസ്റ്റില് കണ്ട വില്ലനെ നമുക്കറിയാം, ലാസ്റ്റ് ആവുമ്പോ ഈ വില്ലൻ വരും കേട്ടോ. ഈസി പ്രഡിക്റ്റബിൾ ആണ്. പിന്നെ സിദ്ദിഖ് അടിപൊളിയായിട്ട്, സിദ്ദിഖ് ഏത് റോള് കൊടുത്താലും അത് പറയണ്ട. സിദ്ദിഖ് പിന്നെ ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അത് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ സിദ്ദിഖ് എന്നുള്ള നടൻ ഏത്, ഇപ്പൊ നമ്മൾ റീസെന്റ് കണ്ട ഗരുഡൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നേരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇതൊരു ചെറിയ സിനിമയാണ് ഈ കൽബ ആയിക്കോട്ടെ, എല്ലാത്തിലും സിദ്ദിഖ് എന്ന് പറയുന്ന ഒരു നായകൻ വേറെ ലെവല് തന്നെ. പുള്ളി കൊടുത്തിരിക്കുന്ന 100%, 200% പുള്ളിയുടെ ഫുൾ എഫേർട്ട് ഇടും. ഞാൻ കണ്ടിട്ടുള്ള പടങ്ങളിലുള്ള പുള്ളിയുടെ ഒരു മോശം പെർഫോമൻസ് ഒരു സിനിമയിലും കാണാൻ പറ്റത്തില്ല. പുള്ളി വേറെ ലെവല. ഇനി ഇത് നമ്മൾ പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയത്തില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട പടം? ഇല്ല, ലാസ്റ്റ് പിന്നെ എനിക്ക് ഫസ്റ്റ് ഒക്കെ ഫുള്ള് ബോർ അടിച്ചു. നായകനായിക്കോട്ടെ, നായിക എക്സ്പെഷ്യലി നായകൻ നല്ലോണം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തന്നെയാണ് അവർ കൂട്ടുകാരെന്നൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരും അവരുടേതായ എഫേർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്ക്രിപ്റ്റ് വീക്കാണ്, അതുകൊണ്ടാണ് അങ്ങനെ ആയത് കേട്ടോ. നമുക്ക് ആ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് സ്റ്റോറി നമുക്ക് അത്ര വർക്കായിട്ടില്ല. അത് അത്ര അങ്ങോട്ട് ഡീപ്പായില്ല. അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് ഫ്ലോപ്പായി പോയി, അത്രേ ഉള്ളൂ. ബട്ട് എനിവേ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടായിരിക്കും പടം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ സുഹൃത്തുക്കളെ. പിന്നെ പിസ്സ നല്ല പിസ്സയായിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു. നല്ല നമ്മളെപ്പോഴും പോകുമ്പോൾ പോപ്കോൺ വാങ്ങിച്ചു കഴിക്കുന്നത്. ഇന്നാ പിസ്സ വാങ്ങിച്ചു കഴിച്ചാൽ പിസ്സ സൂപ്പറായിരുന്നു. നമ്മൾ ഇവിടെ ഗ്രീൻഫീൽഡ് നമ്മുടെ തറവാട്ടിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ഹൽദിക്കുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്കിനി സമയമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ഇന്ന് ഈ പാതിരാത്രി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നതാണ്. എവിടെ നേരെ ഇനി വീട്ടിൽ കൊണ്ടാക്കണം കേട്ടോ. ഇവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം സുഹൃത്തുക്കളെ. നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ചാർജ് തീർന്നു കേട്ടോ. അങ്ങനെ ഫോണിലാണ് ഇട്ടേക്കുന്ന പാട്ട്. നമ്മൾ ഇന്നലെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് പിന്നെ കാറിൽ തന്നെ വെച്ചിരുന്നു കേട്ടോ, എടുത്തില്ലായിരുന്നു. മഞ്ഞ മാമ ബാക്ക് സൈഡിലാണ് നമ്മുടെ മറ്റേ കുക്കിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരൊരു ഷെഡും കാര്യങ്ങളൊക്കെ ബാക്കിലും അടിച്ചു കേട്ടോ. പിന്നെ താഴെ നമ്മുടെ മാറ്റും കാര്യങ്ങളൊക്കെ തറയിരിക്കുന്ന എല്ലാവരും കൊണ്ടുകൂടെ വെച്ചിട്ടേ ഉള്ളൂ. പണികൾ തുടങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ. പന്തലിട്ടപ്പോഴാണ് ആ കല്യാണത്തിന്റെ ആ ഒരു ചൂട് ഇല്ലേ. ഇത് കൊച്ചുവിന്റെ ഷൂ കേട്ടോ, കൊച്ചുവിന്റെ ബൂട്ട്സിന്റെ വാങ്ങിച്ചത്. ഇത് അച്ഛന് മുണ്ടിന്റെ കൂടെ മുണ്ടിന്റെ കൂടെ ഓപ്പണാ, ലൈസ് ഇല്ല, കയറ്റി ഇട്ടാൽ മതി. എനിക്കാണെങ്കിൽ ഈ ഡേറ്റ് എടുക്കുന്നവർ എന്തോ ഒരു ടെൻഷൻ. ഗൈസ്, കല്യാണത്തിന്റെ സാരിയും കാര്യങ്ങളൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന കേട്ടോ സുഹൃത്തുക്കളെ. ഇത് ഓരോരുത്തർക്ക് റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനുള്ളത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഒരു സൈഡ് ഫുള്ള്. ഇനി കുറച്ചുകൂടി സാധനങ്ങൾ കാറി ഇരിപ്പുണ്ട് കേട്ടോ, അതുകൂടി എടുത്ത് വെക്കാറുണ്ട്. വാട്ട് എ ഡേ എൻ്റെ പൊന്നു ഗൈസ്. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ദിവസം അടുക്കുന്നതോറും നെഞ്ചിനകത്ത് എന്തോ ഒരു സംഭവം. അമ്മയൊക്കെ പുറത്ത് തട്ടിൻ്റെയും ഈ ഷീറ്റ് അടിച്ചതിൻ്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കിയൊക്കെ മാറ്റി വേണം. ഇനി കുറച്ചുകൂടി മണ്ണൊക്കെ ലെവൽ ചെയ്യാനുണ്ട്. ഇത്ര നേരം എഡിറ്റിങ് പരിപാടിയിലൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷപ്പ് ആയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അമ്മതേ മൃദുലയുടെ വീട്ടിലൊക്കെ വിളിച്ച് കല്യാണ വിശേഷങ്ങളൊക്കെ അവിടെ എന്തരായിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് തിരക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ മാസം ഫുള്ള് ഒരുപാട് കല്യാണം ഉണ്ട് കേട്ടോ. ഈ മാസം ജനുവരി മാസം ഒരുപാട് കല്യാണമുണ്ട്. ഇവിടെ ആർക്കും ഉറക്കമൊന്നുമില്ല കേട്ടോ. 1 മണിയായിട്ട് ഇവിടെ അച്ഛൻ നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് മണ്ണൊക്കെ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇനി ആ കല്യാണം എന്ന് പറയാൻ ദിവസം കഴിയാതെ ഇവിടെ ആർക്കും ഒരു സമാധാനം ഇല്ലാതെ എനിക്ക് തോന്നുന്നു. 100 കൂട്ടം ജോലികളാണ് കേട്ടോ. ഇവിടെ നമ്മളെ കമ്പികളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടേക്കുന്നുണ്ടോ. നമ്മൾ കൈ എഴുതുന്നത് എവിടെയാണ് അച്ഛൻ വയ്ക്കുന്നത്? അവിടെ വയ്ക്കുമോ? ഓഹോ, വെള്ളം സപ്ലൈ ഇപ്പോൾ ഇവിടെ നിന്ന് ടാങ്ക് വയ്ക്കുമോ? മേളിൽ കയറ്റല്ലേ. അപ്പോൾ നാളെ രാവിലെ ആയിട്ട് വരാം സുഹൃത്തുക്കളെ.
അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളെ കല്യാണ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും എല്ലാം അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കൊച്ചുവിന് ഇന്നും കൂടി കൊച്ചുവിന് ഷർട്ട് എടുക്കണം റിസപ്ഷന്റെ, അതുകൂടി കഴിയുമ്പോൾ ഷോപ്പിംഗ് കഴിയും. പിന്നെ അമ്മയുടെ സാരിയുടെ ബ്ലൗസ് ഒക്കെ ഇപ്പൊ തയ്ക്കാൻ വേണ്ടി കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ കൊച്ചുവിന് ഷർട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തോടെ ഷോപ്പിംഗ് വീഡിയോ തീരുകയാണ് സുഹൃത്തുക്കൾ. അപ്പം ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതിലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.